കലാപ വാർത്തയിലേക്ക് തന്നെ പോകാം. പൗരത്വ വിഷയത്തിൽ വലിയ കലാപത്തിനാണ് ഡൽഹി സാക്ഷ്യം വഹിച്ചത്. സ്ഥിതിഗതികൾ ഇപ്പോൾ ഏറെക്കുറെ ശാന്തമാണെങ്കിലും വടക്കുകിഴക്കൻ മേഖലയിൽ ജനങ്ങൾ ഭയചകിതരാണ്. കലാപബാധിത മേഖലകളിൽ നിന്ന് 24 വാർത്താ സംഘം പകർത്തിയ ദുരന്ത ചിത്രങ്ങളിലേക്കാണ് ന്യൂസ് ട്രാക്ക് ആദ്യം പോകുന്നത്. ഡൽഹി നഗരമാണോ അതോ രാജ്യത്തെ ഏതെങ്കിലും അപരിഷ്കൃതമായ ഒരു മേഖലയാണോ എന്ന് തോന്നിപ്പിക്കുന്ന വിധത്തിലുള്ള കാഴ്ചകളാണ് ഇന്നലെ കലാപം നടന്ന മേഖലകളിലെല്ലാം ഇന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നത്. अभी तो बहुत नुकसान है. पूरा फर्नीचर, पूरे शोरूम, गाड़ियां, सब मेरा जितना भी शोरूम था सब खत्म हो गया सब. हाँ, लोग अब पत्थर ले लेके यहाँ से फेंक के जा रहे हैं, ना देख रहा है कोई किसको लग रहा है. आम पब्लिक बहुत परेशान है. हम बस परेशानी यही है कि यहाँ से के दिक्कत है, सब घर में बढ़ रहे अपना, कोई सब यहाँ के सब गली वाले डरे हुए है. दूध नहीं मिल रहा, नाश्ता नहीं मिल रहा, कोई सब्जी नहीं मिल रही, घर में आटा नहीं है, दाल नहीं है, बच्चे भूखे हैं, कहीं निकलने को नहीं जाने दे रहे. इधर निकल रहे हैं तो इधर मना कर रहे हैं, इधर निकल रहे हैं तो इधर मना कर रहे हैं. जाएँ तो कहाँ जाएँ, बीच में फंसे पड़े हैं. ये असल में कल जो है RSS के लोग आए, उन्होंने दंगा करा काफ़ी और दुकानों में अगजनी करी और पुलिस भी उनके साथ थी. कोई खास रोकने की कोई कोशिश नहीं करी उन्हें बिल्कुल भी. 1000, 2000, 300 लाख रुपए का नुकसान है सारा मिला. ये कार जला दी हमारी और टोटल ये घर और दुकानें सब खाक हो गया सारा सामान. ഒരു അയവ് എന്ന് ഒരിക്കലും പറയാൻ കഴിയില്ല. പക്ഷെങ്കിൽ സ്ഥിതിഗതികൾ അല്പം മെച്ചപ്പെട്ടിട്ടുണ്ട്. यहाँ पर कोई लोग बाहर के लोग थे जिन्होंने जो यहाँ झगड़ा करके गए हैं, जो यहाँ पे तोड़ फोड़ करके गए हैं, मारुति का शोरूम जला के गए हैं, पेट्रोल पंप में आग लगा दी, सब जो भी है मतलब यहाँ के लोगों ने किया है. मतलब बाहर से आए जला के चले गए. फायरिंग हो रही थी, तमंचे, रिवॉल्वर, वो यहाँ से ये सामने जो है ना करदमपुरी, यहाँ से वो लोगों ने पेट्रोल बम भर के ये आग लगाई गाड़ियों में. आप ये पोजीशन देखिए ना, अंदर घुस के देखिए, इसमें घरों में फेंक रहे थे पेट्रोल बम में. रात को गोलियां, बम, पता नहीं कहां से इनके असले कहां से आई, ये समझ में नहीं आया. भाई बहुत जबरदस्त यहाँ पे मारपीट हुआ, काफी ये नुकसान हुआ. हमारी अपनी दुकान है, सब जला के घर, पूरा घर जल गया. दुकानें बड़ी मुश्किल से अपनी जान बचाई है. എന്തായാലും ഏത് കലാപവും സാധാരണക്കാരനെയാണ് ബാധിക്കുക, സ്വസ്ഥമായി ജീവിച്ചു പോകുന്നവരെയാണ് ബാധിക്കുക, അല്ലേ? എല്ലാ കലാപവും അവശേഷിപ്പിക്കുന്നത് ഇത്തരം ചില വേദനകളും ആകുലതകളും മാത്രമാണ്. അതെ. എന്തായാലും രാധാകൃഷ്ണൻ ഇപ്പോൾ ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുന്നുണ്ട്. രാധാകൃഷ്ണൻ, ഇപ്പോഴും ആശങ്ക അകന്നിട്ടില്ല എന്നാണ് അരവിന്ദ് കെജ്രിവാൾ ഇന്ന് ട്വീറ്റ് ചെയ്തത്. മാത്രമല്ല, സൈന്യം ഇറങ്ങേണ്ട സാഹചര്യം ഇപ്പോഴും നിലനിൽക്കുന്നുവെന്നും അദ്ദേഹം പറയുന്നു. എന്താണ് ഇപ്പോൾ രാധാകൃഷ്ണൻ ചെന്ന മേഖലകളിലെല്ലാം അവസ്ഥ? എല്ലാവരിലും ഭീതി നമുക്ക് കൃത്യമായി കാണാം. തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്നു ഹർഷൻ വിജയനും രാവിലെ മുതലുള്ള ഈ നമ്മൾ സന്ദർശിച്ച മേഖലകളുടെ എല്ലാം ദൃശ്യങ്ങൾ കണ്ടതാണ്. ആ മേഖലകളിൽ അവശേഷിപ്പിക്കുന്ന ചോദ്യങ്ങളാണ് ഇവരെ ഈ ജനങ്ങൾക്ക് മുന്നിൽ വലിയ ആശങ്കകളായി നിലനിൽക്കുന്നത്. കാരണം എല്ലാ മേഖലകളിലും വലിയ ആയുധ സംഭരണം നടന്നിട്ടുണ്ട് എന്നവർ ഭയക്കുന്നു. ഇപ്പോൾ കാണുന്ന ശാന്തത അത് ഏതെങ്കിലും വിധത്തിലുള്ള സംഘർഷത്തിലേക്ക് നീങ്ങാതിരിക്കാനുള്ള ഒരു കാരണമല്ല എന്നാണ് അവർ പറയുന്നത്. മാത്രമല്ല, ചില പോലീസ് ഏർപ്പെടുത്തിയിട്ടുള്ള ചില നിരീക്ഷണങ്ങളുടെയും ഒപ്പം കർഫ്യൂ അടക്കമുള്ള ചില സംവിധാനങ്ങളും നിലനിൽക്കുന്നത് കൊണ്ടാണ് ഇത്തരത്തിൽ കാര്യങ്ങൾ ഇന്ന് അല്പ ശാന്തമായി മാറിയിരിക്കുന്നത് എന്നതാണ്. ഇതൊഴിച്ചു നിർത്തിയാൽ
ഇപ്പോഴും ഈ ആശങ്കകൾ ഒഴിയുന്നില്ല, അല്ലെങ്കിൽ ഭീതി ഒഴിയുന്നില്ല എന്നതാണ് ജനങ്ങളെ സംബന്ധിച്ച് ഏറ്റവും വലിയ ബുദ്ധിമുട്ട്. നമ്മൾ ഈ പറയുന്ന കാര്യത്തിലും ഘട്ടത്തിലും കലാപമുണ്ടായി എന്ന് പറയുമ്പോൾ ഈ കലാപത്തിൻ്റെ ഭാഗമായി 98% ജനങ്ങളും ഒരു തരത്തിലും മാറിയിട്ടില്ല. അവർ കലാപത്തിനുമായി ഒരു തരത്തിലും സഹകരിക്കാത്തവരോ ബന്ധപ്പെടാത്തവരോ ആണ്. പക്ഷേ ഇതിൻ്റെ ദുരന്തമെല്ലാം പേറുന്നവരാണ് ഈ 98% ആളുകളും. ഇതിൽ ഒരു വിഭാഗ വ്യത്യാസവുമില്ല. ഈ 98% ആളുകൾക്കിടയിൽ വ്യത്യസ്തമായിട്ടുള്ള മതവിഭാഗത്തിൽപ്പെടുന്ന ആളുകളുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്കിത് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എല്ലാ ജനങ്ങളും ആഗ്രഹിക്കുന്നത് സമാധാനം തന്നെയാണ്. പക്ഷേ അവിടെ കാണുന്ന കാഴ്ചകൾ അതിന് ഭംഗം വരുത്തുന്ന വിധത്തിലേക്ക് ഒരു ന്യൂനപക്ഷം വിചാരിച്ച ആസൂത്രിതമായിട്ടുള്ള ശ്രമങ്ങളാണ് ഈ മേഖലയിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്നത്. ഇതിന് പിന്നിൽ ഗൂഢാലോചനയുണ്ട് എന്ന കാര്യത്തിൽ അവിടം സന്ദർശിക്കുന്ന ആർക്കും തർക്കമുണ്ടാകില്ല. പല മേഖലകളിലും പോലീസിൻ്റെ വീഴ്ച പകൽ പോലെ വ്യക്തമായി കിടക്കുന്ന ദൃശ്യങ്ങൾ ഇപ്പോഴും നമുക്ക് കാണാൻ സാധിക്കുന്നു. അക്രമികൾ ആ മേഖലയിലേക്ക് വന്നത് വലിയ രീതിയിലുള്ള തയ്യാറെടുപ്പുകളോടെയാണ് എന്ന് വ്യക്തമാക്കുന്ന വിധത്തിലുള്ള സാഹചര്യം നമുക്ക് നേരിൽ ബോധ്യപ്പെടാൻ സാധിക്കുന്നു. അങ്ങനെ രാജ്യ തലസ്ഥാനമാണ് ഡൽഹിയാണ്. ഡൽഹിയിൽ നമ്മൾ മിസൈലുകൾ വിന്യസിക്കാൻ പോകുന്ന പദ്ധതിക്കാണ് ഇന്നലെ അമേരിക്കയുമായി ചർച്ച നടത്തിയത്. അക്രമികൾ ഏതെങ്കിലും മാർഗത്തിൽ അക്രമമുണ്ടായാൽ മിസൈലുകൾ ഇതിന് അതിർത്തിയിൽ വയ്ക്കാനായിട്ട് പോകുന്ന, അങ്ങനെ അത്ര സുരക്ഷിതമെന്ന് സർക്കാർ കരുതുന്ന ഈ ഡൽഹിയിലാണ് ഇത്ര വലിയ ഒരു പ്രാകൃതം എന്ന് പറയേണ്ട വിധത്തിലുള്ള അക്രമം നടന്നിരിക്കുന്നത്. ഇത് നമ്മുടെ രാജ്യ തലസ്ഥാനമായതുകൊണ്ട് തന്നെ ഒരു ജനാധിപത്യ വ്യവസ്ഥ നിലനിൽക്കുന്ന രാജ്യത്തിൽ വലിയ ചോദ്യങ്ങൾ ഉയർത്തേണ്ട ഒരു വിഷയമാണ്. അത് സുപ്രീം കോടതിയും ഹൈക്കോടതിയും ഇന്ന് പരിഗണിക്കുന്ന കേസുകളുടെ എല്ലാം ഒരു മൂല്യവും ഏറ്റവും ഉള്ളടക്കവും അത് തന്നെയാണ്. കോടതികളെ പോലും ഞെട്ടിക്കുന്നത് അത് തന്നെയാണ്. ഡൽഹി പോലീസ് കാണിച്ച ഒരു വീഴ്ച ഇക്കാര്യത്തിൽ മറച്ചുവെക്കാൻ സാധിക്കില്ല. ഡൽഹി പോലീസ് നമുക്കറിയാം ഈ മോബ് കൺട്രോളിങ്ങിലും ഒപ്പം വയലൻസ് കൺട്രോളിങ്ങിലും വലിയ പ്രാഗൽഭ്യം നേടിയവരെന്ന് അവകാശപ്പെടുന്ന ഡൽഹി പോലീസിൻ്റെ ഭാഗത്ത് നിന്ന് ഇങ്ങനെയുണ്ടായ വീഴ്ച അത് വലിയ രീതിയിലേക്ക് 20ഓളം ജീവനുകളെ തലസ്ഥാനത്ത് എടുക്കുന്ന രീതിയിലേക്ക് വളർന്നിരിക്കുന്നു എന്നുള്ളതാണ്. ആശങ്കയൊഴിയുന്നില്ല. ഇപ്പോഴും ആശങ്ക നിലനിൽക്കുന്നുണ്ട്. പല മേഖലകളിലും ഭീതി നിലനിൽക്കുന്നുണ്ട്. ജനങ്ങൾ വീട് വിട്ട് പല സ്ഥലങ്ങളിലേക്കും പലായനം ചെയ്യാനായി ശ്രമിക്കുന്നുണ്ട്. യാതൊരു തരത്തിലുള്ള അവർക്ക് അവശ്യ വസ്തുക്കൾ പോലും ലഭ്യമല്ലാത്ത സാഹചര്യം നമുക്ക് ഈ കർഫ്യൂ ഉള്ള മേഖലകളിൽ കാണാൻ സാധിക്കുന്നുണ്ട്. ഇപ്പോൾ ഒരു മാസത്തേക്കാണ് നിരോധനാജ്ഞ ഏർപ്പെടുത്തിയിരിക്കുന്നത്. പക്ഷേ ഇവരുടെ മനസ്സുകളിൽ, പ്രത്യേകിച്ച് കുട്ടികളുടെ അടക്കം മനസ്സുകളിൽ ഉണ്ടായിരിക്കുന്ന ഭീതി അത് എപ്പോഴൊഴിയുമെന്ന ചോദ്യത്തിന് ഒരു സാഹചര്യത്തിലും മറുപടി നൽകാൻ സാധിക്കുന്നില്ല. സർക്കാർ സംവിധാനങ്ങളുടെ വലിയ പരാജയം ഈ മേഖലകളിൽ കാണാൻ സാധിക്കുന്നു എന്നതും ഈ ദുരന്തത്തിൻ്റെ ബാക്കിപത്രമായി നിൽക്കുകയാണ്. ഹർഷൻ, വിജയൻ. രാധാകൃഷ്ണൻ, ഇതിപ്പോൾ ഇന്ന് രാവിലേക്ക് ശേഷം പുതിയ അക്രമ സംഭവങ്ങൾ ഈ വടക്കുകിഴക്കൻ ഡൽഹിയിൽ ഒരിടത്തുനിന്ന് റിപ്പോർട്ട് ചെയ്തിട്ടില്ലല്ലോ അല്ലേ? തീർച്ചയായിട്ടും ഇല്ല. വടക്ക് കിഴക്കൻ ഡൽഹിയുടെ ഒരു ഭാഗത്തു നിന്നും ഇന്ന് രാവിലത്തേതിന് ശേഷം അക്രമങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. പ്രത്യേകിച്ച് പോലീസ് വലിയ രീതിയിലുള്ള ഒരു ആക്ഷനിലേക്ക് കടക്കുന്ന സാഹചര്യത്തിൽ, പരിശോധന നടത്തുന്ന സാഹചര്യത്തിൽ അങ്ങനെ ഒരു അക്രമ സംഭവങ്ങളൊന്നും എല്ലാ മേഖലകളിലോ അല്ലെങ്കിൽ ഒറ്റപ്പെട്ടതെന്ന് പറയാവുന്നത് പോലും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല രാവിലെ മുതൽ എന്നതാണ് വസ്തുതാപരമായിട്ടുള്ള കാര്യം. പക്ഷേ ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം ഇതാണ്. ഈ അക്രമങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെടാതെ അല്ലെങ്കിൽ അക്രമങ്ങളില്ലാത്ത ഒരു ചെറിയ ശാന്തത അല്ലെങ്കിൽ ഇപ്പോഴത്തെ ഒരു അവസ്ഥയിലുള്ള ഒരു ശാന്തത അത് എത്ര നാളത്തേക്ക് നീളും എന്നതാണ്. വ്യത്യസ്ത സ്ഥലങ്ങളിൽ വീണ്ടും സമരം തുടങ്ങും എന്ന പ്രഖ്യാപനം ഉണ്ടായിരിക്കുന്നു. അതിനനുബന്ധമായി ചില സമരത്തിന് കാരണക്കാരായിട്ടുള്ള നേതാക്കൾ തങ്ങൾ ചെയ്തതിൽ ഒരു പശ്ചാത്താപവും ഇല്ല എന്ന പ്രഖ്യാപനവും ആയിട്ട് രംഗത്തെത്തിയിരിക്കുന്നു. അങ്ങനെ ഡൽഹിയുടെ സമാധാനം, ഒരുപക്ഷെ കായികമായിട്ടുള്ള അക്രമങ്ങൾ ഇന്നുണ്ടായിട്ടില്ലെങ്കിലും മാനസികമായി ആ സമാധാനത്തെ ഭംഗപ്പെടുത്തുന്ന അക്രമങ്ങൾ ഇന്നും ഉണ്ടായിരിക്കുന്ന ഒരു പശ്ചാത്തലം കൂടി നമുക്കിവിടെ കാണേണ്ടതുണ്ട്. രാധാകൃഷ്ണനിലേക്ക് തിരിച്ചു വരാം. വടക്കു കിഴക്കൻ ഡൽഹിയിലെ കലാപത്തിൽ മരണം 20 പിന്നിട്ടു. 56 പോലീസുകാരടക്കം 200ഓളം പേർക്ക് പരിക്കേറ്റു. 35 പേരുടെ നില ഗുരുതരമാണ്. 10 ഇടങ്ങളിൽ നിരോധനാജ്ഞ തുടരുകയുമാണ്. അക്രമികളെ കണ്ടാലുടൻ വെടിവെക്കാൻ പോലീസിന് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. 45 ട്രൂപ്പ് അർദ്ധസൈനിക വിഭാഗത്തെ കലാപബാധിത മേഖലകളിൽ വിന്യസിച്ചിട്ടുണ്ട്. സൈന്യത്തെ അടിയന്തരമായി വിന്യസിക്കണമെന്നാവശ്യപ്പെട്ട് അരവിന്ദ് കെജ്രിവാൾ അമിത്ഷായ്ക്ക് കത്തയച്ചു. കലാപം നിയന്ത്രിക്കാൻ പോലീസിന് സാധിക്കുന്നില്ലെന്ന് കത്തിൽ കെജ്രിവാൾ പറയുന്നു. കലാപം സംബന്ധിച്ച ഹർജികളിൽ സുപ്രീം കോടതി ഇടപെട്ടില്ല. ഹർജികൾ ഹൈക്കോടതി പരിഗണിക്കട്ടെ എന്ന് സുപ്രീം കോടതി അറിയിച്ചു. അതിനിടെ ഡൽഹി പോലീസിനെ കോടതി രൂക്ഷമായി വിമർശിച്ചു. കലാപം കൈവിട്ടു പോകുന്നതിന് മുൻപ് പോലീസ് ഇടപെടണമായിരുന്നുവെന്നും പോലീസിന്റെ പ്രൊഫഷണലിസം ഇല്ലായ്മയാണ് പ്രശ്നങ്ങൾ രൂക്ഷമാക്കിയതെന്നും കോടതി നിരീക്ഷിച്ചു. ഹർജി ഡൽഹി ഹൈക്കോടതി പരിഗണിക്കുകയാണിപ്പോൾ. ഡൽഹി പോലീസിനെതിരെ ഹൈക്കോടതിയും വിമർശനവുമായി രംഗത്തെത്തിയിട്ടുണ്ട്. അതിനിടെ ഡൽഹി കലാപത്തിന് വഴിവെച്ച വിവാദ പരാമർശത്തിൽ ഖേദമില്ലെന്ന നിലപാടുമായി BJP നേതാവ് കപിൽ മിശ്ര
രംഗത്ത് വന്നു. ജാഫറാബാദ് ഒഴിപ്പിച്ചതോടെ ഇനി ഷഹീൻ ബാഗ് ആവർത്തിക്കില്ലെന്ന് മിശ്ര ട്വീറ്റ് ചെയ്തു. ഇപ്പോൾ വൈശാഖാണ് നമ്മളോടൊപ്പം ചേരുന്നത്. ഗോകുൽപുരിയിൽ നിന്നാണ് വൈശാഖ് ചേരുന്നത്. വൈശാഖ്, ഇന്നലെ ഏറ്റവും അധികം സംഘർഷമുണ്ടായ ഒരു മേഖലയാണ് ഈ ഗോകുൽപുരി. ഇന്നലെ രാത്രിയും അവിടെ പ്രശ്നങ്ങളുണ്ടായി. ഇന്ന് പുലർച്ചെയും കൂടി അവിടെ ഒന്നും ചില അക്രമ സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. എന്താണ് ഗോകുൽപുരിയിലെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ? വൈശാഖ്, എന്തൊക്കെ കാഴ്ചകളാണ് ആ കലാപ മേഖലയിൽ നിന്ന് കണ്ടത്? തീർച്ചയായിട്ടും വിജയകുമാർ, ഇപ്പോഴും ഇവിടുത്തെ സ്ഥിതിഗതികൾ എന്ന് പറയുന്നത് നിയന്ത്രണ വിധേയമായിട്ടില്ല, പൂർണ്ണമായിട്ടും നിയന്ത്രണ വിധേയമായിട്ടില്ല. പോലീസൊക്കെ ഈ മേഖലകളിലുണ്ട്. പക്ഷെങ്കിൽ പോലീസ് പോകുമ്പോഴേക്കും അക്രമികൾ അല്ലെങ്കിൽ കലാപകാരികൾ എന്ന് വിശേഷിപ്പിക്കാൻ ഈ ഘട്ടത്തിൽ കഴിയുമോ എന്നറിയില്ല. പക്ഷെങ്കിൽ അവരെ അങ്ങനെ കഴിയുമോ എന്നറിയില്ല. പക്ഷേ ചിലവരൊക്കെ ഈ റോട്ടിലേക്ക് നിരത്തിലേക്ക് ഇറങ്ങുന്ന ഒരു കാഴ്ച അവിടെ നമ്മുടെ അടക്കം തന്നെ നമ്മൾ വരുമ്പോൾ പോലും വലിയ രീതിയിൽ തന്നെ ഈ പേരുകൾ ചോദിക്കുകയും താങ്കൾ എന്തിനാണ് വന്നത്, താങ്കൾ ദൃശ്യം എന്താണ്, താങ്കൾ എടുത്ത ദൃശ്യം എന്താണ് പരിശോധിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോകുന്നു. ആ തരത്തിലുള്ള ദൃശ്യങ്ങളാണ് പല മേഖലകളിലും കണ്ടത്. ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് ഇന്നലെ കത്തിച്ച ഈ ടയർ മാർക്കറ്റിലാണ്. ഇവിടെ ഇപ്പോഴും ഇവിടെ പുക ഉയരുന്നുണ്ട്, പല മേഖലകളിലും പുക ഉയരുന്നുണ്ട്. ഇപ്പോൾ നിരന്തരം ഈ ഫയർഫോഴ്സ് ഇവിടെ എത്തിച്ചുകൊണ്ട് തീ അണക്കുന്ന ഒരു കാഴ്ച തന്നെ ഇവിടെയുണ്ട്. അല്പം മുമ്പാണ് ഇവിടുന്ന് 2 ഫയർഫോഴ്സ് യൂണിറ്റുകൾ ഇവിടുന്ന് പോയത്. നമുക്കറിയാം, ദൃശ്യങ്ങൾ തന്നെ അത് കാണാൻ തോന്നുന്നു. കാറ് കത്തിച്ചിട്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് ഇപ്പോൾ ഉള്ളത്. ഇവിടെ ഉണ്ടായിരുന്ന നിരവധി ടയറുകൾ ഇന്നലെ ഇരയാക്കുന്ന ഒരു സാഹചര്യം, കെട്ടിടങ്ങൾ തകർക്കുന്ന ഒരു സാഹചര്യം, ഭീതിജനകമായ ഒരു സാഹചര്യത്തിലൂടെയാണ് ഇന്നലെ ഈ ടയർ മാർക്കറ്റ് കടന്നു പോയത്. ഈ കടകളൊക്കെ നമ്മൾ ദൃശ്യങ്ങൾ തന്നെ കാണാം, കത്തി അമർന്ന് താഴേക്ക് കിടക്കുന്ന ഒരു കാഴ്ച ദൃശ്യങ്ങളിൽ തന്നെ അത് വ്യക്തമാണ്. പ്രേക്ഷകർക്ക് പലവരും ഇന്നലെ ദൃശ്യങ്ങൾ കണ്ടതാണ്, കത്തുന്ന ദൃശ്യങ്ങൾ കണ്ടതാണ്. പക്ഷെങ്കിൽ ഇന്നത്തെ അതിൻ്റെ നേർചിത്രം എന്താണെന്ന് നമുക്ക് ഈ ദൃശ്യങ്ങൾ കൂടെ തന്നെ അത് വ്യക്തമാകും. കാരണം അത്രക്കും ഭയാനകമാണ് ഈ മേഖല. നമുക്ക് ദൃശ്യങ്ങൾ തന്നെ കാണാം, പുക അവിടെ ഉയരുന്നുണ്ട്. എനിക്ക് ഇവിടെ നിൽക്കുമ്പോൾ തന്നെ ഈ ടയർ കത്തി അതിൻ്റെ ഒരു സ്മെല്ല് കൃത്യമായി തന്നെ ഫീൽ ചെയ്യാൻ കഴിയുന്നുണ്ട്. കാരണം അത്രത്തോളം ഭയാനകമായിരുന്നു ഇന്നലത്തെ ഇവിടുത്തെ സാഹചര്യം. ഇപ്പോൾ 2 പോലീസ് ഉദ്യോഗസ്ഥരാണ് ഇവിടെ സുരക്ഷയ്ക്കായി നിയോഗിച്ചിട്ടുള്ളത്. ദൃശ്യങ്ങൾ തന്നെ കാണാം, 2 പോലീസ് ഉദ്യോഗസ്ഥർ. അതുപോലെ തന്നെ പോലീസിൻ്റെ പെട്രോൾ സംഘം ഇവിടെ കൃത്യമായ ഇടവേളകളിൽ എത്തുന്നുണ്ട്. ആളുകളെ ഒന്നും ഇങ്ങോട്ടേക്ക് പ്രവേശിപ്പിക്കുന്നില്ല. അത് ഏറ്റവും ഒരു ദുഃഖകരമായ അവസ്ഥ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നമ്മളെയൊക്കെ ചിന്തിപ്പിക്കുന്നത്, ഇതിൻ്റെ തൊട്ടപ്പുറത്താണ് ഇവിടുന്ന് ഏകദേശം ഒരു 50 മീറ്റർ മാറി മാത്രമാണ് പോലീസ് സ്റ്റേഷൻ ഉള്ളത്. ആ പോലീസ് സ്റ്റേഷൻ്റെ തൊട്ട് മുൻപിലാണ് ഈ ടയർ മാർക്കറ്റ്. അതായത് ഈ അതിക്രമം അല്ലെങ്കിൽ ഈ കലാപം തടയാൻ പോലീസിന് ഇവിടെ കഴിയും. പ്രദീപ്, വളരെ പെട്ടെന്ന് വൈശാഖിലേക്ക് തിരിച്ചു വരാം. ശബ്ദ സംവിധാനത്തിൽ ചെറിയ തകരാറുണ്ട്. അതിനു മുൻപ് പ്രദീപിലേക്ക്, സുപ്രീം കോടതിയിൽ നിന്നാണ് MP പ്രദീപ് കുമാർ ചേരുന്നത്. പ്രദീപ്, ഇന്നിപ്പോൾ സുപ്രീം കോടതി ശക്തമായ കർശനമായ നിലപാട് പോലീസിനെതിരെ സ്വീകരിച്ചിട്ടുണ്ട്. അതിനപ്പുറത്ത് പക്ഷേ ഈ കേസുകളൊന്നും പരിഗണിക്കാനായിട്ട് തയ്യാറായിട്ടുമില്ല. എന്താണ് ഇന്ന് സുപ്രീം കോടതിയിൽ നടന്നത്? ഹർഷൻ, ഇന്നിപ്പോൾ സുപ്രീം കോടതിയിൽ ഈ ഡൽഹി കലാപവുമായി ബന്ധപ്പെട്ട ഹർജികൾ വരികയുണ്ടായി. എന്നാൽ കോടതി പറഞ്ഞത് ഇത് ഇപ്പോൾ ഡൽഹി ഹൈക്കോടതി ഇത് പരിഗണിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ സുപ്രീം കോടതി ഈ വിഷയത്തിൽ ഇടപെടുന്നില്ല എന്നൊരു കാര്യമാണ് പറഞ്ഞത്. പ്രത്യേകിച്ചും ഈ അഭിഭാഷകർ തന്നെ ഡൽഹി ഹൈക്കോടതിയിൽ ഈ ഒരു ഹർജിയുള്ള കാര്യം സൂചിപ്പിക്കുകയുണ്ടായി. ഈ സമയത്താണ് പറഞ്ഞത്. മാത്രമല്ല, ഇപ്പോൾ ഇതൊരു അനുകൂലമായ ഒരു സമയമല്ല, ഇത്തരം ഹർജികൾ പരിഗണിക്കുന്നതിനോ അനുകൂലമായ ഒരു സമയമല്ല എന്ന നിലപാടാണ് സുപ്രീം കോടതിയുടെ ഭാഗത്തുണ്ടായത്. എന്തായാലും ഇതിനുശേഷം പിന്നീട് 12:30 ഡൽഹി ഹൈക്കോടതി ജസ്റ്റിസ് S. മുരളീധരൻ്റെ അധ്യക്ഷതയിലുള്ള ബെഞ്ച് ഈ ഹർജികൾ പരിഗണിക്കുകയും ചെയ്തു. ഈ ഹർജികൾ പരിഗണിക്കവേ വലിയ തോതിലുള്ള വിമർശനമാണ് ഡൽഹി പോലീസിനെതിരെ ഉണ്ടായത്. നമുക്കറിയാം, രാവിലെ സുപ്രീം കോടതി ഈ ഹർജികൾ പരിഗണിച്ചപ്പോൾ ജസ്റ്റിസ് KM ജോസഫ് വലിയ ഒരു വിമർശനം ഉയർത്തുകയുണ്ടായി. ചില ചോദ്യങ്ങൾ ചോദിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. ഡൽഹി പോലീസിൻ്റെ പ്രൊഫഷണലിസം ഇല്ലായ്മ, അതുപോലെ സ്വതന്ത്ര സ്വഭാവമില്ലായ്മ എന്നിവയെല്ലാം തന്നെ കോടതി ചൂണ്ടിക്കാട്ടുന്ന ഒരു കാര്യമുണ്ടായി. എന്തുകൊണ്ടാണ് ഈ സംഘർഷങ്ങൾ തുടങ്ങിയപ്പോൾ തന്നെ, അതായത് ഞായറാഴ്ച ഈ സംഘർഷത്തിൻ്റെ ആദ്യ ഘട്ടത്തിൽ തന്നെ എന്തുകൊണ്ടാണ് അവിടെ കൃത്യമായൊരു നടപടിയെടുക്കാൻ ഡൽഹി പോലീസിന് സാധിക്കാത്തത് എന്ന് തുടങ്ങിയ ചോദ്യങ്ങളെല്ലാം തന്നെ ഇന്നിപ്പോൾ സുപ്രീം കോടതിയുടെ ഭാഗത്തുണ്ടായി. ഇതിൻ്റെ ഒരു തുടർച്ചയായിട്ടാണ് ഇപ്പോൾ ഡൽഹി ഹൈക്കോടതിയുടെ ഭാഗത്തുനിന്നും ഡൽഹി പോലീസിനെതിരെ വലിയ തോതിലുള്ള ഒരു വിമർശനങ്ങൾ ഉയർന്നത്. പ്രത്യേകിച്ചും തിരിച്ചു വരാം. ഇപ്പോൾ കോൺഗ്രസ് നേതാവ് സോണിയാഗാന്ധിയുടെ വാർത്താ സമ്മേളനം നടക്കുകയാണ്. അതിലേക്ക് एक पत्रकार सहित सैकड़ों अस्पताल में गंभीर इंजरीज के साथ भर्ती है।
उत्तर पूर्वी दिल्ली में चारों ओर हिंसा फैली है। कांग्रेस कार्य समिति सब परिवारों के साथ अपनी गहरी संवेदना व्यक्त करती है, जिन्होंने अपने परिवार के प्रियजनों सदस्यों को खोया है, और कामना करती है कि सब घायल जल्दी से जल्दी ठीक हो। पूरी स्थिति को देखते हुए कांग्रेस कार्य समिति का मानना है कि दिल्ली में मौजूदा स्थिति के लिए केंद्र सरकार, खास तौर से गृह मंत्री जिम्मेदार है, फौरन तौर से जिम्मेदारी लेते हुए गृह मंत्री को अपना इस्तीफा देना चाहिए। दिल्ली के मुख्यमंत्री और दिल्ली सरकार भी शांति और सद्भाव बनाए रखने में पूरी तरह से विफल है तथा जिम्मेदार है। दोनों सरकारों की जिम्मेदारी निभाने में विफलता के कारण देश की राजधानी इस त्रासदी का शिकार बनी है। कांग्रेस कार्य समिति देश की ओर से सवाल पूछती है। नंबर 1, पिछले इतवार से देश के गृह मंत्री कहाँ थे और वो क्या कर रहे थे? नंबर 2, पिछले इतवार से दिल्ली के मुख्यमंत्री कहाँ थे और क्या कर रहे थे? नंबर 3, दिल्ली चुनाव के बाद इंटेलिजेंस एजेंसी के द्वारा क्या जानकारी दी गई और उन पर क्या कार्रवाई हुई? नंबर 4, इतवार की रात से कितनी पुलिस फोर्स दंगों वाले इलाके में लगाई गई, जब ये साफ था, बिल्कुल साफ था कि दंगे और ज़्यादा फैलने वाले हैं? नंबर 5, जब दिल्ली में हालात बेकाबू हो गए थे तो पुलिस का कंट्रोल नहीं बचा था, तो ऐसे में और सेंट्रल पैरामिलिट्री फोर्सेस क्यों नहीं बुलाया गया? The Congress Working Committee believes that the situation is grave and it requires urgent action. Adequate security forces must be deployed immediately to bring the situation under control. Peace committees must be formed in every mohalla, consisting of members of all communities, to ensure that there are no untoward incidents. Senior civil servants must be deployed in each district to take charge of the administration, to ensure that the administrative machinery responds to the evolving situation. The Chief Minister of Delhi must be visible in the affected areas and in constant communication with the people. The Congress Working Committee appeals to the people of Delhi to reject the politics of hate and do their best in healing the rifts caused by these shameful events, to help rebuild all that has been lost and to ensure that such events do not take place ever again. The Congress Working Committee calls upon all Congress workers and leaders to visit the affected areas, to extend all possible support to the families of those who have suffered as a consequence of the violence, and to help build bridges between communities. This would be the most fitting tribute
to Mother India. Thank you. Can you tell us why? Dosto. Can you have to raise your hand and then we'll do it in a structured fashion. We'll go one by one. I'll start with him and then I'll come to you. Congress is supposed to hold a march, and petition the President of India for controlling the situation. The Congress party was to hold a march and give a memorandum to President of India today. The Honorable President of India communicated to Leader of Opposition, Shri Ghulam Nabi Azad, that he is unavailable today and has given us a time for tomorrow. Upholding the respect for his high office, we have deferred the march and we shall be now giving a memorandum on the grim situation in Delhi and loss of lives tomorrow. I'll go to Sunil now. Madam, there is a deafening silence from the President of India, the Vice President, the Prime Minister, the Chief Minister, appealing for calm. And Chief Minister, of course, has yesterday appealed. Would you like to comment on that? And the CWC is keeping quiet about why wasn't the army deployed? Because when people have lost faith in the Delhi police, the temples of learning have been attacked, Jamia and JNU in the last 2 months. There is a lack of confidence in Delhi police. Why hasn't the CWC said that? Well, we have in our resolution mentioned precisely that. The need of paramilitary forces. Army, I asked for army because there is a problem difference between paramilitary and army. There's the third step. First step is paramilitary and then... And the deafening silence from the top leadership. Well, I feel that is rather shocking. Yes, it was expected of the top leadership of both the central government and the Delhi government to speak up and to, I've seen in social media some comments, but formally nobody has really come out with a positive message. Thank you. Can I ask Siddharth to ask you a question now? Does the Congress party think that all party meetings should be held, all parties should be called by the Prime Minister to Yes. discuss this thing? You see, in the past, even during the Vajpayee government, in those days I used to be the LOP, Vajpayee ji, whenever there was a crisis of any kind, whether in Kashmir or in any other part of the country, the first thing he used to do, he used to himself call all leaders, all party leaders, and he himself, on many occasions, actually took those meetings. But sadly, unfortunately, and sadly, we have to say that ever since the Modi government has come in, since 2014, as far as I know, no such meeting has ever been called. The only one was recently when the Home Minister just now called a meeting, 3 days. and that was only, they only called I think the Delhi representative, not an all-party meeting. It is a sad fact, but it is the truth. Pallavi from Mrs. Gandhi, the BJP is on record saying that this is a well thought out conspiracy and a coordinated violence which was thought of, also timed with Donald Trump's visit to India. No, ma'am. Actually, Do we, well, I don't know. Pallavi ji, I can't really believe what the BJP says. No, the insinuation is that the opposition is also responsible. But Pallavi ji, I think BJP needs to first settle the dichotomy between the statements of the Minister for Home Affairs and also the Minister of State for Home. MOS Home says it's a concerted conspiracy, and MH, the Minister for Home Affairs, says that no, it is a spontaneous riot. So let them first settle and come out with a clear stance. So Mrs. Gandhi, your reaction? I'll come to that. I've taken your question. Let me take from another colleague. मैम एक चीज़ और भी है कि अब खतरा ये भी हो रहा है कि और राज्यों में भी हिंसा बढ़ सकती है। नेशनल कैपिटल में हालात है, किस तरह देखते हैं कि हमने एक बहुत ही, जैसे आपने मेंशन किया है कि एक बहुत ही ज़्यादा वायलेंस से बड़ा अग्रेसिव प्रोवोकेटिव कैंपेन भी देखा है फ्रॉम ऑल साइड्स। सर इसी से जुड़ा हुआ है कि खास तौर से गुजरात में ऐसी घटनाएं देखने को मिली। That is why in our resolution we have spelled out what we think needs to be done
in order to quell the problem here, because yes, it is true that we fear that it may spread to other parts. We have clearly in our resolution, which I'm sure you will be given, we have clearly spelled out what we feel needs to be done. अशोक सिंह मैडम, कल डोनाल्ड ट्रंप से सवाल पूछा गया था इसी घटना को लेकर के जो दिल्ली में चल रहा है, तो उन्होंने कहा था कि बाकी देशों के मुकाबले भारत में ज़्यादा रिलीजियस फ्रीडम है, तो ज़्यादा रिलीजियस फ्रीडम है, धार्मिक स्वतंत्रता है, तो सरकार काफ़ी कुछ कर रही है जो करना चाहिए। डिफेंड किया सरकार को। किसने डिफेंड किया था? We don't comment about the हम जो फॉरेन हेड ऑफ स्टेट है उन पर हम टिप्पणी नहीं करेंगे। मुझे लगता है കോൺഗ്രസ് നേതൃത്വം നടത്തുന്നത് രാഷ്ട്രപതി ഇടപെടേണ്ട സാഹചര്യമുണ്ട് എന്ന് പറയുന്നു. അതുമാത്രമല്ല അമിത്ഷാ രാജിവെക്കണം എന്നുള്ള ആവശ്യം ഉന്നയിക്കുന്നു. കുറേയേറെ ചോദ്യങ്ങളും അക്കമിട്ട് ഉന്നയിക്കുന്നുണ്ട് കോൺഗ്രസ് നേതൃത്വം. ഇപ്പോൾ ഡൽഹി ഹൈക്കോടതിയിൽ അതേസമയം നാടകീയമായ രംഗങ്ങൾ പുരോഗമിക്കുകയാണ്. അതിന്റെ വിശദാംശങ്ങളുമായി പ്രദീപ് ചേരുന്നുണ്ട്. പ്രദീപ്, എന്താണ് കോടതിയിൽ നടക്കുന്നത്? ഈ കപിൽ മിശ്രയുടെ പ്രസംഗം കേട്ടിട്ടില്ല എന്നാണ് ഡൽഹി പോലീസ് പറയുന്നത്. അത് കോടതി കേൾപ്പിച്ചു കൊടുക്കുകയാണ്. 2:30-ക്ക് വീണ്ടും ഈ ഹർജി പരിഗണിക്കുന്നുണ്ട്. കോടതി എന്തൊക്കെയാണ് കേന്ദ്ര സർക്കാരിനോടും സോളിസിറ്റർ ജനറലിനോടും ഡൽഹി പോലീസിനോടും ഒക്കെ പറയുന്നത്? വിജയകുമാർ, അസാധാരണ സാഹചര്യങ്ങളിൽ അസാധാരണ നടപടി തന്നെ വേണ്ടിവരും എന്ന് പറയുന്നത് പോലെയാണ് ഇപ്പോഴത്തെ കാര്യങ്ങൾ ഇവിടെ ഡൽഹി ഹൈക്കോടതിയിൽ പുരോഗമിക്കുന്നത്. പ്രധാനമായും നേരത്തെ വിജയകുമാർ തന്നെ ചൂണ്ടിക്കാണിച്ചതുപോലെ വളരെ നാടകീയമായ രംഗങ്ങൾക്കാണ് ഇന്നിപ്പോൾ ഡൽഹി ഹൈക്കോടതി സാക്ഷിയായത്. കാരണം ഡൽഹി പോലീസിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്ന വിശദീകരണത്തിൽ ഒരു തരത്തിലുള്ള തൃപ്തിയും ജസ്റ്റിസ് എസ് മുരളീധർ പ്രകടിപ്പിച്ചില്ല. പ്രധാനമായും ചോദിച്ചത്, നിങ്ങൾ ഈ 3 BJP നേതാക്കൾ അവർ വളരെ പ്രകോപനപരമായ പ്രസംഗം നടത്തിയെന്ന് പറയുന്നു. ഇവർ 3 പേരുടെയും പ്രസംഗം നിങ്ങൾ കണ്ടുപോ എന്ന് കോടതിയിലുണ്ടായിരുന്ന ഡൽഹി പോലീസിലെ ഉദ്യോഗസ്ഥനോട് കോടതി ആരായുകയുണ്ടായി. 2 പേരുടെ പ്രസംഗം മാത്രമാണ് കണ്ടത് എന്നുള്ളതായിരുന്നു ഈ മറുപടി. അതായത് അനുരാഗ് താക്കൂറിൻ്റെയും ഒപ്പം പർവേഷ് വർമ്മയുടെയും പ്രസംഗം മാത്രമാണ് കണ്ടതെന്നൊരു സൂചനയാണ് നൽകിയത്. കപിൽ മിശ്രയുടെ കണ്ടിട്ടില്ല എന്നൊരു കാര്യവും പറഞ്ഞു. അങ്ങനെയെങ്കിൽ അത് വലിയ ഗുരുതരമായ കാര്യമാണ്. കാരണം ഈ ഒരു കലാപം ഉണ്ടാക്കുന്നതിൻ്റെ പ്രധാന കാരണമായ പ്രസംഗങ്ങളിൽ ഒന്ന് കപിൽ മിശ്രയുടേതാണ് എന്ന് പറയുമ്പോൾ അത് ഇതുവരെയും കണ്ടിട്ടില്ലേ? കാരണം കമ്മീഷൻ ഓഫീസിൽ അല്ലെങ്കിൽ പോലീസ് ഈ ഒരു ഹെഡ് ക്വാർട്ടേഴ്സിൽ അവിടെ ധാരാളം TV-കളുണ്ട്. നിങ്ങൾ എന്നിട്ടും ഇതൊന്നും കാണുന്നില്ലേ എന്നൊരു ചോദ്യം കോടതിയുടെ ഭാഗത്തുണ്ടാകുന്നു. എന്തായാലും അപ്പോൾ തന്നെ എങ്കിൽ നിങ്ങളിതാ കണ്ടുകൊള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ കോടതിയിൽ തന്നെ അവിടുത്തെ കമ്പ്യൂട്ടറിൽ ഈ ഒരു ദൃശ്യം, അതായത് ഈ ഒരു പ്രസംഗം അത് അവിടെ കാണിക്കുകയും ചെയ്തു. തുടർന്ന് ചോദിക്കുന്നു, തൊട്ടടുത്ത് ഒരു DCP അല്ലേ നിൽക്കുന്നത്, DCPയുടെ സാന്നിധ്യത്തിലാണ് ഇത്രയും പ്രകോപനപരമായ പ്രസംഗം നടത്തിയിരിക്കുന്നത്, ഇത് നിങ്ങൾ കണ്ടില്ലേ എന്നുള്ളതായിരുന്നു കോടതിയുടെ അടുത്ത ചോദ്യം. എന്തായാലും ആ ഉദ്യോഗസ്ഥനെ ഈ കോടതിയിലുണ്ടായിരുന്ന ഡൽഹി പോലീസിലെ ഓഫീസർ തിരിച്ചറിയുകയും ചെയ്തു. എന്തായാലും ഡൽഹി പോലീസ് കമ്മീഷണർ ഇക്കാര്യങ്ങളൊന്നും തന്നെ അറിയുന്നില്ല, അല്ലെങ്കിൽ മൂന്നാമതായി ഒരു BJP നേതാവിൻ്റെ പ്രസംഗം അത് കേട്ടില്ല, കണ്ടില്ല എന്ന് തുടങ്ങിയ കാര്യങ്ങൾ പറയുന്നത് ഒരു കാരണവശാലും അംഗീകരിക്കാൻ സാധിക്കുകയില്ല. അതുകൊണ്ട് തന്നെ ഡൽഹി പോലീസ് കമ്മീഷണറെ ഈ വീഡിയോ ദൃശ്യം കാണിക്കണം, കേൾപ്പിക്കണം. അതിനുശേഷം എന്താണ് കമ്മീഷണർക്ക് പറയാനുള്ളത് എന്ന് കമ്മീഷണറുടെ നിലപാടും കൂടി ആരാഞ്ഞ് തിരിച്ചു വരൂ എന്നൊരു നിലപാടാണ് ഇപ്പോൾ കോടതിയുടെ ഭാഗത്തുണ്ടായിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ സോളിസിറ്റർ ജനറൽ തുഷാർ മേത്തയോടും അത്തരത്തിൽ വളരെ കർശനമായൊരു നിലപാടാണ് ഇപ്പോൾ ഡൽഹി ഹൈക്കോടതിയുടെ ഭാഗത്തുണ്ടായിരിക്കുന്നത്. ഉച്ചയ്ക്ക് 2:30 ഈ ഹർജികൾ, അതായത് കലാപവുമായി ബന്ധപ്പെട്ട് ഈ കപിൽ മിശ്രയ്ക്കെതിരെ അടക്കം കേസുകൾ രജിസ്റ്റർ ചെയ്യണം, അന്വേഷണം ഉണ്ടാകണം, കലാപത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള ഗൂഢാലോചന നടത്തിയിട്ടുണ്ടെങ്കിൽ അത് അന്വേഷിക്കണം, അതുപോലെ ജുഡീഷ്യൽ അന്വേഷണം പ്രഖ്യാപിക്കണം എന്ന് തുടങ്ങിയ ആവശ്യങ്ങളാണ് ഇപ്പോൾ ഡൽഹി ഹൈക്കോടതിയുടെ മുന്നിലുള്ളത്. അക്കാര്യത്തിൽ 2:30 വീണ്ടും വാദം കേൾക്കാനാണ് കോടതിയുടെ തീരുമാനം. രൂക്ഷമായ വാദപ്രതിവാദങ്ങൾ അല്ലെങ്കിൽ ആ സ്വഭാവത്തിലുള്ള പരാമർശങ്ങളാണ് പരസ്പരം നടത്തിക്കൊണ്ടിരിക്കുന്നത്. സോളിസിറ്റർ ജനറൽ പറഞ്ഞിരിക്കുന്നത് ഇതൊന്നും ഞാൻ മാധ്യമങ്ങളിൽ ഞാനങ്ങനെ അധികം മാധ്യമങ്ങൾ ശ്രദ്ധിക്കാറില്ല എന്നാണ്. അപ്പോൾ ഈ മാധ്യമങ്ങൾ അങ്ങനെ ശ്രദ്ധിക്കാതിരിക്കാനുള്ള പ്രിവിലേജ് ഞങ്ങൾക്കില്ല എന്നാണ് ഇതിനെക്കുറിച്ച് കോടതിയുടെ പ്രതികരണം. അങ്ങനെ ഒരു സുഖകരമല്ലാത്ത സാഹചര്യം അല്ലെങ്കിൽ നാടകീയമായ സാഹചര്യം കോടതിയിൽ നിലനിൽക്കുന്നു എന്നതാണ് ശക്തമായ നിലപാടാണ് കോടതിയും ഇക്കാര്യത്തിൽ സ്വീകരിച്ചിരിക്കുന്നത്. കോടതി എന്തായാലും ഇതിൽ ചില ഉത്തരവുകൾ ഇന്ന് പുറപ്പെടുവിച്ചേക്കുമെന്ന സൂചന ആദ്യം തന്നെ നൽകിയിരുന്നു. അങ്ങനെ ഉത്തരവുകൾ പുറപ്പെടുവിക്കാൻ പാടില്ലെന്നാണ് കേന്ദ്ര സർക്കാരിന് വേണ്ടി സോളിസിറ്റർ ജനറൽ പറഞ്ഞത്. പക്ഷേ എന്തായാലും അത് കോടതി കണക്കിലെടുക്കുന്നില്ല എന്ന് വേണം നമുക്ക്. ഇപ്പോൾ 2:30 വീണ്ടും പരിഗണിക്കുകയാണ് കേസ്. അതിനു മുമ്പ് കമ്മീഷണറോട് കാര്യങ്ങൾ ബോധ്യപ്പെടുത്താനും കമ്മീഷണറെ ഇത് വീഡിയോ കേൾപ്പിക്കാനും കാണിക്കാനും അതിനുശേഷം നിലപാട് എന്താണെന്ന് അറിയിക്കാനുമാണ് കോടതി ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇനിയിപ്പോൾ ഇത് കേട്ടില്ല കണ്ടില്ല എന്ന് സോളിസിറ്റർ ജനറലിനോ ഡൽഹി പോലീസിനോ പറയാൻ കഴിയില്ല. എന്തായാലും നമുക്ക്
വൈശാഖിലേക്ക് ഒരിക്കൽ കൂടി പോകണം എന്ന് തോന്നുന്നു. വൈശാഖ് ഗോകുൽപുരിയിലായിരുന്നു അല്പസമയം മുമ്പുണ്ടായിരുന്നത്. ഗോകുൽപുരി പോലീസ് സ്റ്റേഷന് മുന്നിൽ നിൽക്കുമ്പോഴായിരുന്നു നമുക്ക് മറ്റു വാർത്തകളിലേക്ക് പോകേണ്ടി വന്നത്. വൈശാഖ് വീണ്ടും ചേരുന്നുണ്ട്. വൈശാഖ്, ഗോകുൽപുരി പോലീസ് സ്റ്റേഷന് മുന്നിലേക്ക് വൈശാഖ് നീങ്ങുമ്പോഴായിരുന്നു നമുക്ക് അവിടെ നിന്നും ശബ്ദം മുടങ്ങിയത്. അത് എന്തായിരുന്നു ആ ഗോകുൽപുരി പോലീസ് സ്റ്റേഷനിൽ ഈ കലാപം നടക്കുന്ന സമയത്തെ ഒരു അവസ്ഥ? ഞാനിപ്പോൾ നിൽക്കുന്ന ടയർ മാർക്കറ്റിലാണ്. നേരത്തെ ഞാൻ പറയുകയും ചെയ്തു, അവിടെ ആണ് ഈ ഗോകുൽപുരി ദയാൽപൂർ പോലീസ് സ്റ്റേഷന് സമീപത്താണ് ഈ ടയർ മാർക്കറ്റ് ഉള്ളത്. ഇവിടെയാണ് അത്ര വലിയൊരു അക്രമ സംഭവങ്ങളിലേക്ക് വഴിമാറിയത്. ഇന്നലെ വലിയ അക്രമികൾ ഇവിടെ എത്തുകയും ഇവിടെ ടയർ മാർക്കറ്റിനടക്കം തന്നെ തീ ഇടുന്ന ഒരു സാഹചര്യം, അസാധാരണമായ വലിയ സാഹചര്യം നമ്മൾ ഇന്നലെ കണ്ടതാണ്. അഗ്നിഗോളം പടരുകയും തീ പുകയിൽ ഈ പ്രദേശമടക്കം തന്നെ മുങ്ങുന്ന ഒരു സാഹചര്യം നമ്മൾ ഇന്നലെ കണ്ടതാണ്. ഇപ്പോൾ ഈ ടയർ മാർക്കറ്റിലെ എന്താണ് ആ കലാപത്തിന് ശേഷമുള്ള ടയർ മാർക്കറ്റിൻ്റെ യഥാർത്ഥ ദൃശ്യങ്ങൾ, എന്താണ് സംഭവിച്ചത് എന്നാണ് നമ്മളിപ്പോൾ പ്രേക്ഷകർക്ക് കാണിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ദൃശ്യങ്ങളിൽ തന്നെ അത് കാണാം. ടയറുകൾ കത്തി അമർന്നതിൻ്റെ ദൃശ്യങ്ങൾ ആണ് ഇപ്പോൾ നമ്മുടെ ക്യാമറമാൻ അരുൺ പകർത്തിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും ഈ കടകളൊക്കെ അടിച്ച് തകർക്കുകയും ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ഉണ്ടായിരുന്ന വാഹനങ്ങൾ പോലും അഗ്നിക്കിരയാക്കുന്ന ഒരു സാഹചര്യം. നമുക്കറിയാം, പോലീസ് സ്റ്റേഷൻ്റെ തൊട്ട് എതിർവശത്താണ് ദയാൽപൂർ പോലീസ് സ്റ്റേഷൻ്റെ തൊട്ട് എതിർവശത്താണ് ഈ മാർക്കറ്റ് ഉള്ളത്. നമ്മുടെ ക്യാമറമാൻ ആ പോലീസ് സ്റ്റേഷൻ്റെ ബോർഡ് അവിടെ സൂം ചെയ്യുന്നുണ്ട്. എനിക്ക് തോന്നുന്നു പ്രേക്ഷകർക്ക് കാണാൻ കഴിയും. തൊട്ട് എതിർവശമാണ്. എന്നിട്ട് പോലും ഇവിടേക്ക് അക്രമികൾ എത്തുമ്പോൾ, ഇവിടെ അക്രമം പൊട്ടിപ്പുറപ്പെടുമ്പോൾ പോലും പോലീസ് അത് കൈയും കെട്ടി നോക്കി നിന്നു എന്നുള്ള കുറ്റപ്പെടുത്തൽ തന്നെയാണ് പുറത്തു വരുന്നത്. അത്തരം വിമർശനങ്ങൾ തന്നെയാണ് പലരും ഉന്നയിക്കുകയും ചെയ്യുന്നത്. എന്നിട്ട് പോലും ഇവിടേക്ക് കൃത്യമായി തന്നെ പോലീസ് സംവിധാനത്തെ എത്തിച്ചുകൊണ്ട് ഇവിടെ പോലും തൊട്ട് മുൻപിൽ നടക്കുന്ന ഈ അതിക്രമം പോലും കൃത്യമായി തന്നെ തടയിടാൻ പോലീസിന് കഴിഞ്ഞിട്ടില്ല. എന്തായാലും ഇവിടെയുള്ള എല്ലാ ഷോപ്പുകൾക്കും തീയിടുകയും ചെയ്തിട്ടുണ്ട്. നിരവധി ടയറുകൾ അഗ്നിക്ക് ഇരയാകുകയും ചെയ്യുന്ന ഒരു സാഹചര്യം. ഈ ടയർ മാർക്കിൻ്റെ പുറമെ മറ്റു മേഖലയിലേക്ക് നമുക്ക് കൂടി പരിശോധിക്കുകയാണെങ്കിൽ ഗോകുൽപുരിയിലേക്ക്, അതായത് നേരത്തെ അടക്കം ഞാൻ ഗോകുൽപുരിയിൽ സന്ദർശനം നടത്തിയിരുന്നു. മറ്റു മേഖലയിൽ സന്ദർശനം നടത്തിയിരുന്നു. ആ മേഖലയിൽ പോലും പോലീസ് ഉദ്യോഗസ്ഥരെ കാണുമ്പോൾ ചില അക്രമികൾ എന്ന് വിശേഷിപ്പിക്കുന്നവർ അകത്തേക്ക് പോവുകയും പോലീസുകൾ അവിടുന്ന് പോകുമ്പോൾ പുറത്തേക്ക് വരികയും അത് മാധ്യമപ്രവർത്തകർ അടക്കം തന്നെ കയർത്ത് സംസാരിക്കുകയും അവരുടെ ദൃശ്യങ്ങൾ എന്താണ് പകർത്തിയത്, നിങ്ങൾ എന്താണ് പകർത്തിയത് എന്നടക്കം തന്നെ ചോദിക്കുന്ന ഒരു സാഹചര്യം ഇപ്പോഴും അവിടെ നിലനിൽക്കുന്നുണ്ട്. ഗോകുൽപുരിയിൽ നിന്ന് നൽകുന്നത് ഇന്നും അത്തരം ഒരു സാഹചര്യം നിൽക്കുന്നു. പോലീസിനെ കാണുമ്പോൾ മാത്രം അക്രമികൾ അകത്തേക്ക് പോവുകയും പോലീസ് അവിടെ നിന്ന് പോകുമ്പോൾ തിരികെ ഒരു കലാപത്തിന് കോപ്പ് കൂട്ടുകയും ചെയ്യുന്ന ആളുകൾ ഈ ഗോകുൽപുരി അടക്കമുള്ള മേഖലകളിൽ ഉണ്ട് എന്നാണ് നമ്മളുടെ പ്രതിനിധികൾ അവിടെ നിന്നും നൽകുന്ന വിവരം. നമുക്ക് മറ്റു വാർത്തകളിലേക്ക് പോകാം. ഡൽഹി കലാപത്തിന്റെ പശ്ചാത്തലത്തിൽ മുസ്ലിം ലീഗ് പ്രതിനിധി സംഘം ഇന്ന് ഡൽഹിയിലേക്ക് തിരിക്കും. പി കെ കുഞ്ഞാലിക്കുട്ടി MP-യുടെ നേതൃത്വത്തിലുള്ള സംഘത്തിൽ ലീഗിന്റെ മുഴുവൻ MP-മാരും പാർട്ടി ഭാരവാഹികളും ഉണ്ടാകുമെന്ന് പാണക്കാട് ഹൈദരലി ശിഹാബ് തങ്ങൾ പറഞ്ഞു. സംഘം കലാപബാധിത പ്രദേശങ്ങൾ സന്ദർശിക്കും. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായെയും സോണിയാഗാന്ധിയെയും കാണുമെന്ന് പി കെ കുഞ്ഞാലിക്കുട്ടി അറിയിച്ചു. ഡൽഹി കലാപത്തിൽ ആശങ്ക പ്രകടിപ്പിച്ച് അമേരിക്കൻ കോൺഗ്രസ് സംഘങ്ങൾ മതപരമായ അസഹിഷ്ണുത ഇന്ത്യയിൽ കുതിച്ചുയരുകയാണെന്നും മതസ്വാതന്ത്ര്യത്തെ ദുർബലമാക്കുന്ന നിയമങ്ങളെ ജനാധിപത്യ രാജ്യങ്ങൾ പ്രോത്സാഹിപ്പിക്കരുതെന്നും കോൺഗ്രസ് സംഘങ്ങൾ ആവശ്യപ്പെട്ടു. ജനാധിപത്യ രാജ്യങ്ങൾ വിഭജനവും വിവേചനവും അംഗീകരിച്ച് നൽകരുതെന്ന് അമേരിക്കൻ കോൺഗ്രസ് സംഘം പ്രമീള ജയപാൽ ആവശ്യപ്പെട്ടു. ലോകം ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുകയാണെന്നും അവർ ട്വീറ്റിൽ പറഞ്ഞു. നേതൃത്വത്തിന്റെ ദയനീയ പരാജയത്തിന്റെ ഫലമാണ് അക്രമമെന്ന് മറ്റൊരു കോൺഗ്രസ് അംഗമായ ആലൻ ലോവൻതാൽ പറഞ്ഞു. ഇന്ത്യയിൽ മനുഷ്യാവകാശം വലിയ ഭീഷണി നേരിടുന്ന സാഹചര്യത്തിൽ അതിനെ തുറന്നു തീർക്കണമെന്നും ലോവൻതാൽ പറഞ്ഞു. സമാധാനപരമായി പ്രതിഷേധിക്കുന്നവർക്കെതിരായ അക്രമം അംഗീകരിക്കാൻ കഴിയില്ലെന്നായിരുന്നു ഡെമോക്രാറ്റ് പ്രസിഡന്റ് സ്ഥാനാർത്ഥിയും സെനറ്ററുമായ എലിസബത്ത് വാറന്റെ പ്രതികരണം. ഈ ആഴ്ച പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇന്ത്യ സന്ദർശിച്ചെങ്കിലും ഡൽഹിയിൽ മുസ്ലിങ്ങളെ ലക്ഷ്യമിട്ടുകൊണ്ടുള്ള കലാപമാണ് വാർത്തയെന്ന് കോൺഗ്രസ് അംഗം റഷീദ താലിക് ട്വീറ്റ് ചെയ്തു. ആൾക്കൂട്ടാക്രമം തടയണമെന്നും മതന്യൂനപക്ഷങ്ങളെ സംരക്ഷിക്കണമെന്നും മതസ്വാതന്ത്ര്യത്തിനായുള്ള US കമ്മീഷൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോട് ആവശ്യപ്പെട്ടു. വാഷിംഗ്ടൺ പോസ്റ്റും ന്യൂയോർക്ക് ടൈംസും ഉൾപ്പെടെയുള്ള അമേരിക്കൻ പത്രങ്ങൾ വലിയ പ്രാധാന്യത്തോടെയാണ് ഡൽഹി കലാപത്തെക്കുറിച്ച് റിപ്പോർട്ട് ചെയ്തത്. ഇന്റർനാഷണൽ ഡെസ്ക് 24. വീണ്ടും
ന്യൂസ് ട്രാക്ക് തുടരുന്നു. കുട്ടനാട് സീറ്റ് കോൺഗ്രസിന് വിട്ടുകൊടുക്കില്ലെന്ന് ആവർത്തിച്ച് കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗങ്ങൾ. മൂവാറ്റുപുഴയുമായി വെച്ചുമാറലിനില്ലെന്നും ഇക്കാര്യം രമേശ് ചെന്നിത്തലയെ അറിയിച്ചെന്നും പി ജെ ജോസഫ് പറഞ്ഞു. സീറ്റ് വിട്ടു നൽകുന്ന കാര്യത്തിൽ യാതൊരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ലെന്ന് തോമസ് ചാഴിക്കാടൻ വ്യക്തമാക്കി. അതേസമയം പ്രശ്നങ്ങൾ ചർച്ച ചെയ്ത് പരിഹരിക്കുമെന്ന് KPCC പ്രസിഡന്റ് മുല്ലപ്പള്ളി രാമചന്ദ്രനും മണ്ഡലത്തിൽ വിജയസാധ്യതയ്ക്കാണ് മുൻതൂക്കമെന്ന് UDF കൺവീനർ ബെന്നി ബെഹനാനും പറഞ്ഞു. UDF മുൻകാലങ്ങളിൽ കേരള കോൺഗ്രസിന് അനുവദിച്ചു തന്നിരിക്കുന്ന സീറ്റാണ് കുട്ടനാട്. അവിടെ കേരള കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി ശ്രീ ജോസ് കെ മാണി MPയുടെ ചെയർമാനായിട്ടുള്ള കേരള കോൺഗ്രസ് എമ്മിൻ്റെ സ്ഥാനാർത്ഥിയായിരിക്കും അവിടെ മത്സരിക്കുക. ഇന്നലെ രമേശ് ചെന്നിത്തല വളരെ ക്ലിയറായിട്ട് പറഞ്ഞു, കുട്ടനാട് സീറ്റ് കേരള കോൺഗ്രസിൻ്റെതാണ്, അല്ല വിട്ടുകൊടുക്കുകയില്ല. മൂവാറ്റുപുഴ വന്നാൽ വിട്ടുകൊടുക്കുക, അങ്ങനെ ഉപാധിയല്ലോ ഉണ്ടോ? അങ്ങനെ ചർച്ചയുണ്ടായിട്ടില്ല. എല്ലാ പ്രശ്നങ്ങളും പറഞ്ഞു തീർത്തുകൊണ്ട് അവിടെ ഐക്യജനാധിപത്യ കക്ഷി ഒരു സ്ഥാനാർത്ഥി നിർത്തും, ഏറ്റവും മികച്ച സ്ഥാനാർത്ഥി നിർത്തും. ആ സ്ഥാനാർത്ഥി കുട്ടനാട് നിയോജകമണ്ഡലത്തിന് വിജയശ്രീലാളിതനായിട്ട് നമ്മുടെ നിയമസഭയിലേക്ക് വരും. UDFിൻ്റെ ഒരു കീഴ്വഴക്കം അനുസരിച്ച് ആ സീറ്റ് കേരള കോൺഗ്രസിനുള്ള സീറ്റാണ് ഇന്നത്തെ UDF മീറ്റിംഗിൽ പറഞ്ഞു. പക്ഷേ സ്ഥാനാർത്ഥി നിർണ്ണയം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഞങ്ങൾ അറിഞ്ഞിട്ടില്ല. ഞങ്ങൾ ഒരു കോൺഗ്രസ് ഒരിക്കലും ഒരു സീറ്റ് പിടിച്ചു വാങ്ങാൻ ഞങ്ങൾ തയ്യാറില്ല. പക്ഷേ ഒരു കാര്യം ഞാൻ ആവർത്തിച്ച് പറയുന്നു, കുട്ടനാട് ബൈ ഇലക്ഷനിൽ വിജയസാധ്യതയ്ക്കാണ് കോൺഗ്രസും UDFും മുൻതൂക്കം കൊടുക്കുന്നത്. അതനുസരിച്ചുള്ളൊരു തീരുമാനം എത്തുന്നതിന് വേണ്ടിയിട്ടാണ് UDF നേതൃത്വം പരിശ്രമിക്കുന്നത്. വിശദാംശങ്ങൾ ടോം കുര്യാക്കോസ് നൽകും കൊച്ചിയിൽ നിന്ന്. ടോം, ഈ സീറ്റ് വെച്ചുമാറൽ എന്നത് യഥാർത്ഥത്തിൽ അത്തരം ചർച്ചകൾ നടക്കുന്നുണ്ട് എന്നത് തന്നെയാണ് പൊതുവെ നമ്മൾ കരുതുന്നത്. എന്നാൽ പ്രത്യക്ഷത്തിൽ അത് തുറന്ന് സമ്മതിക്കുന്നില്ല PJ ജോസഫ് വിഭാഗം. എന്താണ് കോൺഗ്രസും ഈ ജോസഫ് വിഭാഗവും തമ്മിൽ നടക്കുന്ന ഈ ചർച്ചയുടെ ഒരു പൊതു സ്വഭാവം? അത്തരമൊരു സീറ്റ് ധാരണയിലേക്ക് എത്തുന്നതിന് മറ്റെന്തെങ്കിലും തടസ്സങ്ങളുണ്ടോ? വിജയകുമാർ, അവസാനമായി UDFിൻ്റെ കൺവീനർ ബെന്നി ബെഹനാൻ 24നോട് പ്രതികരിച്ചപ്പോൾ അദ്ദേഹം വ്യക്തമായി പറഞ്ഞ കാര്യം, കുട്ടനാട് സീറ്റിൻ്റെ കാര്യത്തിൽ വിജയസാധ്യതയ്ക്ക് മാത്രമാണ്, വിജയത്തിന് മാത്രമാണ് മുൻതൂക്കം, മറ്റ് തർക്കങ്ങൾക്ക് യാതൊരു വിധത്തിലുള്ള അടിസ്ഥാനവുമില്ല. ഇത്തരത്തിൽ കേരള കോൺഗ്രസുകളുടെ ഈ അഭിപ്രായ ഭിന്നതകളും പ്രശ്നങ്ങളും അത് മുന്നണിക്ക് ദോഷം ചെയ്യും. മാത്രമല്ല അത് കുട്ടനാട് ഇതേ രീതിയിൽ കേരള കോൺഗ്രസുകൾ തർക്കം തുടർന്നാൽ അത് കുട്ടനാടിലെ സീറ്റിൻ്റെ അത് വിജയസാധ്യത ഉൾപ്പെടെ ബാധിക്കുമെന്നായിരുന്നു അദ്ദേഹം വ്യക്തമാക്കിയ കാര്യം. എന്തായാലും ഇന്നലെ നടന്ന കഴിഞ്ഞ ദിവസം നടന്ന UDFിൻ്റെ യോഗത്തിൽ കോൺഗ്രസ് ഈ സീറ്റ് ഏറ്റെടുക്കുമെന്ന കാര്യം ഒരു സൂചന ഇരു കേരള കോൺഗ്രസുകൾക്കും ഇരു വിഭാഗങ്ങൾക്കും നൽകിയിട്ടുണ്ട്. പക്ഷേ നിലവിൽ ജോസഫ് പക്ഷവും ജോസ് കെ മാണി പക്ഷവും ഒരു സമ്മർദ്ദ ശക്തിയായി നിന്നുകൊണ്ട് ഒരു UDFിനെ പ്രതിരോധത്തിലാക്കുക എന്നൊരു സമ്മർദ്ദ തന്ത്രമാണ് അവർ നിലവിൽ പയറ്റുന്നത്. കാരണം കുട്ടനാട് സീറ്റ് വിട്ടു നൽകാൻ PJ ജോസഫ് പക്ഷം ഒരു പരിധിവരെയും തയ്യാറാണ്. പക്ഷേ പകരം അവർക്ക് മൂവാറ്റുപുഴ സീറ്റ് വേണമെന്ന ആവശ്യത്തിൽ ഉറച്ചു നിൽക്കുന്നു. അത് കോൺഗ്രസും ആ ഒരു ഫോർമുല തന്നെയാണ് മുന്നോട്ട് വയ്ക്കുന്നത്. കാരണം കുട്ടനാടിന് പകരം മൂവാറ്റുപുഴ നൽകാം. പക്ഷേ കേരള കോൺഗ്രസ് ജോസ് കെ മാണി പക്ഷത്തിൻ്റെ ഒരു പ്രശ്നം അത്, കാരണം അവർക്ക് ഇത്തരം ഒരു ഓഫർ, ഒരു വാഗ്ദാനം ലഭിച്ചിട്ടില്ല UDFിൻ്റെ ഭാഗത്തു നിന്നും കോൺഗ്രസിൻ്റെ ഭാഗത്തു നിന്നും. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലൊരു സമ്മർദ്ദ തന്ത്രത്തിലൂടെ നിലവിൽ ഒരു സ്ഥാനാർത്ഥി നിർണയവുമായി മുന്നോട്ട് പോകുന്നു. ഇന്നലെ UDF യോഗത്തിന് ശേഷം തോമസ് ചാഴിക്കാടൻ MPയെ തെരഞ്ഞെടുപ്പ് ഉപസമിതി കൺവീനറായി നിയമിച്ചുകൊണ്ട് കേരള കോൺഗ്രസ് ജോസ് കെ മാണി പക്ഷം അവരുടെ സ്ഥാനാർത്ഥിയെ നിർണ്ണയിക്കുന്നതിന് വേണ്ടിയുള്ള ചർച്ചകൾ ആലോചിച്ചിരുന്നു. ഇന്ന് കുട്ടനാടിൽ അതുമായി ബന്ധപ്പെട്ട ചർച്ചകളും യോഗങ്ങളും നടന്നിരുന്നു. ഇത് ഒരു സമ്മർദ്ദ തന്ത്രം മാത്രമാണ്. കാരണം UDFിൻ്റെ ഭാഗത്തു നിന്നും അവർക്ക് ഇത്തരം ഒരു ഉറപ്പ് ലഭിക്കണം, പകരം ഒരു സീറ്റ് ലഭിക്കണം. നിലവിൽ രണ്ട് കേരള കോൺഗ്രസുകളും തമ്മിലുള്ള ഈ വടംവലിയിൽ തങ്ങളാണ് യഥാർത്ഥ ശക്തരായിട്ടുള്ള വിഭാഗം എന്ന് സ്ഥാപിക്കുന്നതിൻ്റെ ഭാഗമായിട്ടുള്ള ചില തന്ത്രങ്ങൾ മാത്രമാണ്. പക്ഷേ കോൺഗ്രസ് വ്യക്തമായി തന്നെ കോൺഗ്രസിൻ്റെ ഭാഗത്തും സീറ്റ് ഏറ്റെടുക്കാനുള്ള നീക്കങ്ങളാണ് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. പകരം സീറ്റ് അത് പിന്നീടുള്ള കാര്യമാണ്. നിലവിൽ വിജയസാധ്യത, കാരണം ഏതെങ്കിലും ഒരു കേരള കോൺഗ്രസ് പക്ഷത്തിന് സീറ്റ് നൽകിയാൽ അത് സ്വാഭാവികമായും ഒരു വിമത സ്ഥാനാർത്ഥി ഉണ്ടാകും. അത് UDFിൻ്റെ പാല വീണ്ടും ആവർത്തിക്കും. UDFിൻ്റെ വിജയസാധ്യതയ്ക്ക് അത് വലിയ തോതിൽ ബാധിക്കും, വിജയസാധ്യതയെ ബാധിക്കും എന്ന ഒരു നിലപാടിൽ തന്നെയാണ് കോൺഗ്രസും മുസ്ലിം ലീഗും ഉള്ളത്. അതുകൊണ്ട് മുസ്ലിം ലീഗ് ഉൾപ്പെടെയുള്ള കാര്യത്തിൽ കോൺഗ്രസ് മുന്നോട്ട് തന്നെയാണ്. രണ്ട് കേരള കോൺഗ്രസ് വിഭാഗങ്ങളെയും ഇത് ബോധ്യപ്പെടുത്താനുള്ള സമയം മാത്രമേ കോൺഗ്രസിന് വേണ്ടൂ എന്ന് തോന്നുന്നു, അല്ലേ? അതെ, എന്തായാലും തർക്കം കുറച്ച് ദിവസം കൂടി നീളും. അതെ. മറ്റ് ഒരു വാർത്തയിലേക്ക്. പോലീസിന്റെ വെടിയുണ്ടകൾ കാണാതായ സംഭവത്തിൽ SIയെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യുന്നു. വെടിയുണ്ടകൾ കാണാതായ കാലയളവിൽ പേരൂർക്കട SAP ക്യാമ്പിലുണ്ടായിരുന്ന SIയെയാണ് ചോദ്യം ചെയ്യുന്നത്. വെടിയുണ്ടകളുടെ പുറംചട്ട ഉരുക്കി മുദ്ര ഉണ്ടാക്കിയതിലും വ്യാജ കാർട്രിഡ്ജ് വെച്ചതിലും ഇദ്ദേഹത്തിന് പങ്കുണ്ടെന്നാണ് സംശയം. വിശദാംശങ്ങൾ അലക്സ് റാം മുഹമ്മദ് തിരുവനന്തപുരത്ത് നിന്ന് നൽകും.
അലക്സ്, ഈ SIക്ക് ഇതിൽ കൃത്യമായ പങ്കുണ്ടെന്ന് ബോധ്യപ്പെട്ടു എന്ന് തോന്നുന്നു ക്രൈംബ്രാഞ്ചിന്. ഇദ്ദേഹത്തിന്റെ അറസ്റ്റ് ഇന്ന് തന്നെ ഉണ്ടാകുമെന്ന് തോന്നുന്നു അല്ലേ? വിജയകുമാർ, വിവിധ കാലങ്ങളായി, അതായത് 96 മുതൽ 2018 വരെ പേരൂർക്കട SAP ക്യാമ്പിൽ നിന്ന് വിവിധ കാലങ്ങളിലായി കാണാതായ വെടിയുണ്ടകളെ സംബന്ധിച്ച അന്വേഷണം ക്രൈംബ്രാഞ്ചാണ് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത്. ഏതാണ്ട് 12,600ഓളം വെടിയുണ്ടകളാണ് കാണാതായത്. നിലവിൽ ഈ കേസുമായി ബന്ധപ്പെട്ട് ഈ കാലയളവിൽ തന്നെ പേരൂർക്കട SAP ക്യാമ്പിലെ SI ആയിരുന്ന വ്യക്തിയെയാണ് ഇതിൽ പങ്കുണ്ടെന്ന് സംശയിച്ച ക്രൈംബ്രാഞ്ച് സംഘം കസ്റ്റഡിയിലെടുത്തിട്ടുള്ളത്. ഇദ്ദേഹത്തെ ചോദ്യം ചെയ്യുകയാണ്. ഇദ്ദേഹത്തിന് ഈ വെടിയുണ്ടയുടെ പുറംചട്ട ഉരുക്കി ഇതിൽ പിച്ചള മുദ്ര ഉണ്ടാക്കുന്ന കേസിലും അതുപോലെ തന്നെ ഈ വ്യാജ കേട്രിഡ്ജ് പകരം ആ സ്ഥലത്ത് വെച്ച കേസിലും ഇദ്ദേഹത്തിന് പങ്കുണ്ട് എന്നാണ് ക്രൈംബ്രാഞ്ച് സംഘം സംശയിക്കുന്നത്. സ്വാഭാവികമായി ഇദ്ദേഹത്തിൻ്റെ അറസ്റ്റ് ഉണ്ടായേക്കും. ഇന്ന് 3 മണിയോടുകൂടെ ആയിരിക്കും ഒരുപക്ഷെ അറസ്റ്റ് ഉണ്ടായേക്കാൻ സാധ്യത എന്നാണ് ക്രൈംബ്രാഞ്ച് വൃത്തങ്ങൾ നൽകുന്ന വിവരം. അങ്ങനെയെങ്കിൽ ആ വിവരം ക്രൈംബ്രാഞ്ച് മാധ്യമങ്ങളോട് വിശദീകരിക്കും. ആരാണ് എന്താണെന്നുള്ളതിനെ സംബന്ധിച്ച് ഈ വ്യക്തിയുടെ പേരോ മറ്റു കാര്യങ്ങളോ ക്രൈംബ്രാഞ്ച് സംഘത്തിൽ നിന്ന് നമുക്ക് ലഭിച്ചിട്ടില്ല. ഈ വ്യക്തി രാവിലെ മുതൽ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. അദ്ദേഹത്തെ ചോദ്യം ചെയ്യൽ തുടരുകയുമാണ്. ഇദ്ദേഹത്തിന് കൃത്യമായ പങ്ക് ഈ വിഷയത്തിലുണ്ടെന്ന് സംശയിക്കുന്നുണ്ട്. നേരത്തെ തന്നെ ക്രൈംബ്രാഞ്ച് ADGP ടോമിൻ തച്ചങ്കരി പറഞ്ഞിരുന്നു ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കൂടുതൽ അറസ്റ്റ് ഉണ്ടായേക്കാനുള്ള സാധ്യതയുണ്ട്. അതായത് 11 പേർ ആണ് ഇതിൽ പ്രതികളായിട്ടുള്ളത്. അതിൽ മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ്റെ ഗൺമാൻ സരിൽകുമാറും ഉൾപ്പെടുന്നുണ്ട്. ഇവരെ നേരത്തെ തന്നെ വിളിച്ചു വരുത്തി മൊഴിയെടുത്തിരുന്നു. അതിനുശേഷമാണ് ഇത്തരത്തിൽ ഈ SI ആയിരുന്ന വ്യക്തിയെ ഇന്ന് കസ്റ്റഡിയിലെടുക്കുകയും മുഖ്യ പങ്ക് ഇദ്ദേഹത്തിനുണ്ട് എന്ന് ക്രൈംബ്രാഞ്ച് സംശയിക്കുകയും ചെയ്യുന്നത്. ഈ വിഷയത്തിൽ സ്വാഭാവികമായി അറസ്റ്റ് ഉണ്ടായേക്കും എന്നൊരു സൂചനയാണ് നമുക്ക് ലഭിക്കുന്നത്. വിജയകുമാർ. ശരി, അലക്സ് റാം മുഹമ്മദ്, തിരുവനന്തപുരത്ത്. ആഭ്യന്തര വകുപ്പിനെതിരായ പ്രതിപക്ഷ ആരോപണങ്ങൾ ശരിയെന്ന് തെളിഞ്ഞതായി പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല. കെൽട്രോൺ വിവാദത്തിൽ ടെൻഡർ പിൻവലിച്ചത് ഇതിന് തെളിവാണ്. അഴിമതിക്ക് പിന്നിൽ ആരാണെന്ന് കണ്ടെത്തണമെന്നും ചെന്നിത്തല ആലപ്പുഴയിൽ പറഞ്ഞു. ആഭ്യന്തര വകുപ്പിനെതിരെ പറഞ്ഞ തന്റെ ഫോൺ ചോർത്തുന്നുണ്ടെന്നും മുഖ്യമന്ത്രി തീക്കൊള്ളി കൊണ്ടാണ് തലചൊറിയുന്നതെന്നും രമേശ് ചെന്നിത്തല പറഞ്ഞു. എൻ്റെ ഫോൺ നിരന്തരമായി ടാപ്പ് ചെയ്യപ്പെടുന്നു. ഇത് പോലീസിനെതിരെ അഴിമതി ആരോപണം ഉന്നയിച്ചാൽ മാധ്യമപ്രവർത്തകരുടെ കോൾ ID എടുക്കുക, എന്നിട്ട് അവരെ വിളിപ്പിക്കുക, അവരെ ട്രാക്ക് ചെയ്യുക, പ്രതിപക്ഷ നേതാക്കന്മാരുടെ ഫോൺ ടാപ്പ് ചെയ്യുക. ഈ നടപടി ഒരിക്കലും അംഗീകരിക്കാൻ കഴിയുന്നതല്ല. ഈ നടപടി തീക്കൊള്ളി കൊണ്ട് തലചൊറിയുന്നതാണ് എന്ന് ഞാൻ ഗവൺമെൻറ്റിനെ ഒരു മുന്നറിയിപ്പ് നൽകാൻ ആഗ്രഹിക്കുക. 24 പരമ്പര തുടരുന്നു. ശുഭയാത്ര. ദീർഘദൂര ലോറികളിലെ ഡ്രൈവർമാർ ലഹരി ഉപയോഗിക്കുന്നുണ്ടോ? അവിനാശി അപകട പശ്ചാത്തലത്തിൽ 24 നടത്തിയ അന്വേഷണത്തിൽ കണ്ടെത്തിയത് ഞെട്ടിക്കുന്ന വിവരങ്ങളാണ്. പരിശോധനയിൽ പിടിക്കപ്പെടാത്ത ലഹരി ഗുളികകൾ കൈവശം വെച്ചാണ് പലരുടെയും ഡ്രൈവിംഗ്. ഗുളികകൾ നാവിലൊട്ടിച്ചാൽ ഉറക്കത്തെ പേടിക്കേണ്ടെന്ന് ഇവർ സാക്ഷ്യപ്പെടുത്തുന്നു. വേഗപ്പൂട്ട് അട്ടിമറിക്കുന്നതെങ്ങനെ? പരിശോധനകൾ ഉണ്ടാകാറുണ്ടോ? കണ്ടെയ്നറുകൾക്കൊപ്പം സഞ്ചരിച്ച് അറിഞ്ഞ കാര്യങ്ങളെല്ലാം ഞെട്ടിക്കുന്നതാണ്. 24 ഇൻവെസ്റ്റിഗേഷൻ. 19 പേരുടെ ജീവനെടുത്ത അവിനാശിയിലെ അപകടത്തിന് പിന്നിലെ നിജസ്ഥിതി എന്താണ്? നമ്മുടെ നിരത്തുകളിലൂടെ ഓടുന്ന വാഹനങ്ങളുടെ, അതായത് ചരക്ക് വാഹനങ്ങളുടെ യാത്രകൾക്കിടയിലെ രഹസ്യങ്ങൾ എന്തൊക്കെയാണ്? 24 വാർത്താ സംഘം അവരറിയാതെ അവരോടൊപ്പം ഒരു യാത്ര പോവുകയാണ്. കോഴിക്കോട് വേങ്ങേരി ജംഗ്ഷനിൽ മണിക്കൂറുകൾ നീണ്ട കാത്തിരിപ്പിനൊടുവിലാണ് ഒരു ചരക്ക് ലോറി ഞങ്ങളുടെ മുന്നിൽ നിർത്തിയത്. കുശലാന്വേഷണത്തിനിടയിൽ ലഹരി ഉപയോഗത്തെക്കുറിച്ച് ഡ്രൈവറുടെ മറുപടി ഇങ്ങനെ: പ്രത്യേകതരം ലഹരി ഗുളിക ഉപയോഗിച്ചാൽ രക്തപരിശോധനയിലടക്കം കണ്ടെത്താനാവില്ല. കണ്ണിൽ എരിച്ചിൽ കയറുകയും ശരീരം ഉന്മാദാവസ്ഥയിലേക്ക് കടക്കുകയും ചെയ്യും. അനുവദനീയമായ വേഗത മറികടക്കുന്നതിന് ആദ്യം വേഗപ്പൂട്ടുകളെ പൊളിക്കും. അതൊക്കെ രജിസ്ട്രേഷൻ കടമ്പയ്ക്ക് വേണ്ടി മാത്രം. ലഹരി, അമിതവേഗം, നിരതെറ്റിയോട്ടം, എണ്ണിത്തീരാ നിയമലംഘനങ്ങൾക്കുള്ള ആത്മവിശ്വാസം എവിടെ നിന്നെന്ന് ചോദിച്ചാൽ പോലീസിനെയോ മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥരെയോ വഴിയിൽ വല്ലപ്പോഴുമേ കാണാറുള്ളൂ എന്ന് മറുപടി കിട്ടും. ഒരു രാത്രി കൈനീട്ടി കണ്ടവരിൽ നിന്നാണ് ഇത്രയും കേൾക്കാനായത്.
അവിനാശി പാഠമാക്കാതെ മരണവേഗം തുടരുന്നു. ഇതറിയേണ്ട അധികാരികൾ നിരത്തുകളിൽ എങ്ങുമില്ല എന്നതാണ് സത്യം. കൂടെ നിന്ന സാരഥി അഖിലിനും ദൃശ്യങ്ങൾ പകർത്തിയ VS രാഹുലിനും ഉണ്ണി തുവൂരിനുമൊപ്പം ഷനൂബ് മീര സാഹിബ്, 24 കോഴിക്കോട്. മുൻ മന്ത്രിയും കോൺഗ്രസ് നേതാവുമായിരുന്ന P ശങ്കരൻ അന്തരിച്ചു. ഇന്നലെ രാത്രി 11 മണിയോടെ കോഴിക്കോട്ടെ സ്വകാര്യ ആശുപത്രിയിലായിരുന്നു അന്ത്യം. അർബുദ ബാധിതനായി ദീർഘനാളായി ചികിത്സയിലായിരുന്നു. ഇപ്പോൾ മൃതദേഹം കോഴിക്കോട്ടെ വീട്ടിൽ പൊതുദർശനത്തിന് വെച്ചിരിക്കുകയാണ്. 3 മണിയോടെ DCC ഓഫീസിലേക്ക് കൊണ്ടുപോയി പിന്നീട് കോഴിക്കോട് ടൗൺ ഹാളിലും പൊതുദർശനത്തിന് വയ്ക്കും. രാത്രിയോടെ പേരാമ്പ്ര കഴിയങ്ങാട്ടെ പുതിയോട്ടിൽ വീട്ടിലെത്തിക്കും. നാളെ രാവിലെ 10-നാണ് സംസ്കാരം. രാഷ്ട്രീയ സാംസ്കാരിക രംഗത്തെ പ്രമുഖർ അനുശോചനം അറിയിച്ചു. പതിറ്റാണ്ടുകളോളം കേരള രാഷ്ട്രീയത്തിലെ കോഴിക്കോടൻ മുഖമായിരുന്നു അഡ്വക്കേറ്റ് P ശങ്കരൻ. AK ആന്റണി മന്ത്രിസഭയിൽ ആരോഗ്യം ടൂറിസം വകുപ്പ് മന്ത്രിയായും 10 വർഷം കോഴിക്കോട് DCC അധ്യക്ഷനായും P ശങ്കരൻ പ്രവർത്തിച്ചു. KSUവിലൂടെ രാഷ്ട്രീയ രംഗത്തെത്തിയ P ശങ്കരൻ ദീർഘകാലം DCC അധ്യക്ഷനായും KPCC ജനറൽ സെക്രട്ടറിയായും പ്രവർത്തിച്ചു. 1998 ലോക്സഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടുവെങ്കിലും 99 വീണ്ടും നടന്ന തെരഞ്ഞെടുപ്പിൽ K മുരളീധരനായി സീറ്റ് വിട്ടു നൽകി. 2001 കൊയിലാണ്ടിൽ നിന്ന് നിയമസഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട ശങ്കരൻ AK ആന്റണി മന്ത്രിസഭയിൽ അംഗമായിരുന്നു. പാർട്ടിക്കകത്തെ വിഭാഗീയതയെ തുടർന്ന് 2005 നിയമസഭാംഗത്വവും മന്ത്രിസ്ഥാനവും രാജിവെച്ചു. കേരള രാഷ്ട്രീയത്തിൽ K കരുണാകരന്റെ വിശ്വസ്തൻ എന്ന നിലയിലാണ് ശങ്കരൻ ശ്രദ്ധേയനായത്. കോൺഗ്രസ് വിട്ട് K കരുണാകരനൊപ്പം DACയിൽ ചേർന്ന പ്രധാന നേതാക്കളിൽ ഒരാളായിരുന്നു അദ്ദേഹം. 2006 UDF പിന്തുണയോടെ കൊയിലാണ്ടിയിൽ മത്സരിച്ചെങ്കിലും പരാജയപ്പെട്ടു. പിന്നീട് കരുണാകരനൊപ്പം കോൺഗ്രസിൽ തിരിച്ചെത്തി. സ്വാതന്ത്ര്യസമര സേനാനിയായ കേളുനായരുടെയും മാക്കമ്മയുടെയും പുത്രനായി കടിയങ്ങാട് പുതിയോട്ടിൽ വസതിയിൽ 1947 ഡിസംബർ 2-നായിരുന്നു ജനനം. 24 കോഴിക്കോട്. കൊറോണ ബാധിച്ച് ലോകത്താകെ മരിച്ചവരുടെ എണ്ണം 2700 കഴിഞ്ഞു. ഇറ്റലിയിൽ മരണം 16ആയി. ആരോഗ്യ സഹമന്ത്രി ഉൾപ്പെടെ 95 പേർക്ക് രോഗം സ്ഥിരീകരിച്ചു. ചൈനയ്ക്കും ദക്ഷിണ കൊറിയയ്ക്കും പിന്നാലെ ഇറാനിലും കൊറോണ ആശങ്ക പടർത്തുകയാണ്. ഇന്നലെ 2 പേർ കൂടി മരിച്ചതോടെ കൊറോണ ബാധിച്ച് രാജ്യത്ത് മരിച്ചവരുടെ എണ്ണം 16ആയി. ജനങ്ങളോട് വീടുകളിൽ നിന്ന് പുറത്തിറങ്ങരുതെന്ന് സർക്കാർ നിർദ്ദേശം നൽകി. 95 പേർക്ക് രാജ്യത്താകെ രോഗം സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഇറ്റലിയിലും കൊറോണ പടരുകയാണ്. ഇന്നലെ മാത്രം രോഗം സ്ഥിരീകരിച്ചത് 38 പേർക്കാണ്. ഇറ്റലിയിൽ ഇതുവരെ 280 പേർക്കും ദക്ഷിണ കൊറിയയിൽ 970 പേർക്കും രോഗം സ്ഥിരീകരിച്ചു. ഇറാനിൽ നിന്ന് മടങ്ങിയെത്തിയ സ്ത്രീക്ക് ഇന്നലെ രോഗം സ്ഥിരീകരിച്ചെന്ന് കുവൈറ്റ് ആരോഗ്യ മന്ത്രാലയം വ്യക്തമാക്കി. സ്വിറ്റ്സർലൻഡിലും ആദ്യത്തെ കൊറോണ സ്ഥിരീകരിച്ചു. രോഗം ബാധിച്ച 90-കാരൻ ഐസൊലേഷൻ വാർഡിൽ ചികിത്സയിലാണെന്ന് ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു. 80,000 പേർക്കാണ് ലോകത്താകെ ഇതുവരെ രോഗം സ്ഥിരീകരിച്ചത്. ഇന്റർനാഷണൽ ഡെസ്ക് 24. ഭീകരവാദത്തോടുള്ള ഇന്ത്യയുടെ സമീപനത്തിൽ വലിയ മാറ്റമുണ്ടായെന്ന് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ്. ആക്രമണങ്ങളിൽ നിന്ന് രാജ്യത്തെ രക്ഷിക്കുന്നതിനായി അതിർത്തി കടക്കാനും ഇന്ത്യൻ സായുധ സേനകൾ ഇപ്പോൾ മടിക്കാറില്ലെന്ന് പ്രതിരോധ മന്ത്രി പറഞ്ഞു. ബാലാക്കോട്ട് വ്യോമാക്രമണത്തിന്റെ 1ാം വാർഷിക ദിനത്തോടനുബന്ധിച്ചാണ് രാജ്നാഥ് സിംഗിന്റെ പ്രതികരണം. ഇന്ത്യ ഇന്ന് ബാലാക്കോട്ട് വ്യോമാക്രമണത്തിന്റെ 1ാം വാർഷികം ആഘോഷിക്കുകയാണ്. ഭയരഹിതരായ ഇന്ത്യൻ വ്യോമസേനാ യോദ്ധാക്കൾ വിജയകരമായി നടത്തിയ പ്രത്യാക്രമണമാണ് ബാലാക്കോട്ടിൽ നടന്നതെന്നും അതുവഴി ഭീകരവാദത്തിനെതിരെ ശക്തമായ നിലപാടാണ് ഇന്ത്യ കൈക്കൊണ്ടതെന്നും പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് ട്വിറ്ററിൽ കുറിച്ചു. ധീരന്മാരായ വ്യോമസൈനികരെ താൻ അഭിവാദ്യം ചെയ്യുകയാണെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. ബാലാക്കോട്ട് ആക്രമണത്തിന്റെ 1ാം വാർഷികത്തോടനുബന്ധിച്ച് വ്യോമസേനാംഗങ്ങൾക്ക് അഭിവാദ്യം അർപ്പിച്ച് ഇന്ത്യൻ വ്യോമസേനാ തലവൻ RKS ഭദൌരിയ MiG-21 വിമാനം പറത്തി. ശ്രീനഗർ എയർബേസിൽ നിന്നായിരുന്നു ഭദൌരിയ MiG-21 പറത്തിയത്. കഴിഞ്ഞ വർഷം ഫെബ്രുവരി 14-ന് പുൽവാമയിൽ 40 CRPF ജവാന്മാർ കൊല്ലപ്പെട്ട ആക്രമണത്തിന് മറുപടിയായാണ് ഫെബ്രുവരി 26-ന് പാകിസ്ഥാനിലെ ഭീകര ക്യാമ്പ് ഇന്ത്യൻ വ്യോമസേന ആക്രമിച്ചത്. റിസർച്ച് ഡെസ്ക് 24. മൂന്നാറിലെ സ്ട്രോബെറി കൃഷിയുടെ വിളവെടുപ്പ് ആരംഭിച്ചു. 70 ഹെക്ടറിലാണ് സ്ട്രോബെറി കൃഷി. സ്ട്രോബെറി സംഭരണത്തിനും വിതരണത്തിനുമായി ഹോർട്ടികോർപ്പിന്റെ നേതൃത്വത്തിൽ സ്ട്രോബെറി പാർക്കും ആരംഭിച്ചിട്ടുണ്ട്. തെക്കിൻ്റെ കാശ്മീരായ മൂന്നാറിൽ ഇത്തവണ സ്ട്രോബെറി സമൃദ്ധമായി വിളഞ്ഞു നിൽക്കുകയാണ്. കൃഷി വകുപ്പിൻ്റെ നേതൃത്വത്തിൽ വിപുലമായ രീതിയിലാണ് ഇത്തവണ കൃഷി നടത്തിയത്. സ്ട്രോബെറി വിളവെടുപ്പ് കൃഷി വകുപ്പ് മന്ത്രി VS സുനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു. ഈ കേരളത്തിൽ വിളവെടുക്കുന്നതിൽ ഏറ്റവും മികച്ച സ്ട്രോബെറിയാണ്. പൂർണ്ണമായിട്ട് ഓർഗാനിക്കായിട്ട് ഉൽപ്പാദിപ്പിച്ചിട്ടുള്ള
ഹോർട്ടികോർപ്പിൻ്റെ ഈ സ്ഥലത്ത് ഏകദേശം എത്ര ഏക്കറാണ്? 2.5 ഏക്കർ സ്ഥലത്ത് ഒരു മോഡൽ സ്ട്രോബെറി ഫാം ഉണ്ടാക്കിയിരിക്കുകയാണ്. ഇവിടെ വരുന്ന ടൂറിസ്റ്റുകൾക്ക് സ്ട്രോബെറി പറിച്ചെടുത്തിട്ട് അവർക്ക് പൈസയ്ക്ക് മേടിച്ചു കൊണ്ടുപോകാൻ പറ്റും. 200-ലേറെ കർഷകർ 70 ഹെക്ടറിൽ ഇതിനോടകം സ്ട്രോബെറി കൃഷി ചെയ്തിട്ടുണ്ട്. ഹോർട്ടികോർപ്പിന്റെ നേതൃത്വത്തിൽ ആരംഭിച്ചിരിക്കുന്ന സ്ട്രോബെറി പാർക്കിൽ കിലോ 400 രൂപയ്ക്കാണ് പാകമായ സ്ട്രോബെറി സംഭരിക്കുന്നത്. തേനിൽ സംസ്കരിച്ച സ്ട്രോബെറി ഹണിയും സ്ട്രോബെറി ഹണി പ്രിസർവും ഹോർട്ടികോർപ്പ് വിപണിയിലെത്തിക്കും. മൂന്നാറിൽ ഇപ്പോൾ സ്ട്രോബെറി വിളവെടുപ്പിന്റെ കാലമാണ്. എത്തുന്ന ഏതൊരു സഞ്ചാരിക്കും ഇതുപോലെ തോട്ടത്തിൽ നിന്ന് ലൈവായി സ്ട്രോബെറി പറിച്ച് കഴിക്കാൻ പറ്റും. ചുവന്നു തൊടുത്ത സ്ട്രോബെറികൾ. ക്യാമറമാൻ സഞ്ജയ് ഇക്ബാലിനൊപ്പം എബിൻ ജോസ്, 24.